ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ, ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Apprentice of Cups, Hanged One, രണ്ട് കാർഡ്സ് ഉണ്ട്, സ്റ്റാർ, 6 of Swords, Elder of Wands, 10 of Pentacles, 6 of Cups, Death, 5 of Cups, Wheel of Fortune, 7 of Swords, 4 of Cups, 10 of Wands. നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. ഓക്കെ, 2 of Pentacles. അപ്പോൾ ഇനി നമ്മൾ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻസിഡൻറ്റ് ഇതിന് മുൻപും ഉണ്ടായിട്ടുള്ളവരുടെ എനർജിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വീണ്ടും പാച്ചപ്പ് ആവുന്നു, വീണ്ടും ഒരു സെപ്പറേഷൻ ഫേസ് വരുന്നു, വീണ്ടും ഈ ഒരു വ്യക്തി കറങ്ങി തിരിഞ്ഞ് വരുന്നു, പിന്നെയും പ്രശ്നങ്ങൾ. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഇതിനകത്ത്. പ്രോബ്ലംസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളായിരിക്കും. കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഒരു സാറ്റിസ്ഫൈഡ് ലെവൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്, അതെങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതിന് അനുസരിച്ച് ഇത് മുന്നോട്ട് പോകാൻ കഴിയാതെ ആകെ മൊത്തം വട്ടം ചുറ്റിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടാവില്ല. കാരണം പലപ്പോഴായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് വരുന്നു, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ, വഴിപാടുകൾ, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്ത് ഈ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ചു വരുന്നു. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് പോകുമായിരിക്കാം, ചിലർക്ക് അതും കിട്ടണമെന്നില്ല. പക്ഷെ വീണ്ടും ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നൊരവസ്ഥ, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു എനർജി നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ സംസാര പ്രിയരായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേഴ്സണോട് ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് വന്ന് കോംപ്രമൈസ് ആക്കാൻ അല്ലെങ്കിൽ സംസാരിച്ച് നമ്മളെ വശത്താക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു ദേഷ്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഫ്ലാറ്റായി പോകും. അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ കാര്യങ്ങളെല്ലാം കുറച്ചൊരു ഇമ്മച്ചുവർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഉറച്ചു നിൽക്കണം എന്നില്ല. ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും പിന്നീട് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രേരണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ വീണ്ടും വഴുതി മാറി പോകുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഓന്തിൻ്റെ ഇതാണ് നമ്മൾക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിറം മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ഒരുപോലെയല്ല, തോന്നുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചില സമയത്ത് ഈ ഒരു പേഴ്സണിനെ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം വന്നേക്കാം. ചില സമയത്ത് നേരെ തിരിച്ചു,
നമ്മൾ പറയില്ലേ ചില സമയത്ത് സ്വഭാവം കാണുമ്പോൾ എടുത്ത് കിണറ്റിലിടാൻ തോന്നും എന്ന് പറയുന്ന രീതിയിലും ചിലപ്പോൾ പെരുമാറിയേക്കാം. അപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ട് വീണ്ടും പാച്ചപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും റീകൺസിലേഷൻ കിട്ടി ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിന് മുൻപ് ഉണ്ടാവണം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളൊരു രീതിയിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ ഇത് പോയിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ നിന്നൊന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വീണ്ടും കിട്ടാത്തൊരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങളാണ് ഇതിനകത്ത് പെട്ട് കിടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിലപ്പോൾ ഭയങ്കര സ്നേഹം, ആത്മാർത്ഥത, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംസാരിച്ച് നമ്മളെ അവരുടെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാനുള്ളൊരു കഴിവ്. എന്നാൽ ചില സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ കണ്ട ഭാവം കാണിക്കാത്ത രീതിയിൽ മാറിപ്പോകുന്ന ഒരു എനർജി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഏതാണ് റിയൽ അല്ലെങ്കിൽ എന്താണ് സംഭവം. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളൊരു റിലേഷൻഷിപ്പിനകത്തെ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവരോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞാലും വിശ്വസിക്കില്ല. സ്നേഹക്കൂടുതൽ കാരണം ഇല്ല എന്നോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ആ ഒരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്നേഹക്കൂടുതൽ കാരണം നമ്മളത് കാണാതെ അന്ധരായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുപോകുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ വലിയൊരു സെപ്പറേഷനോ വരുമ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നു. ഞാൻ ഇപ്പുറത്തുണ്ട് എന്ന് നിങ്ങളെ അറിയിച്ച്, അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്തൊരു ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മാറിയ ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുന്നു. ആ ഒരു പാറ്റേൺ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഞാൻ തേർഡ് പാർട്ടി ഒഴിവാക്കിയിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് ഇനി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അഷുറൻസ് ഒക്കെ തന്നിട്ടുണ്ടാവാം. പക്ഷേ വീണ്ടും തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നൊരു കാര്യമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇരുന്നതായിരിക്കാം, ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിലാവും, നിങ്ങളോടുള്ള പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്യാതിരുന്നതായിരിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് വിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല വളരെയധികം ദുഃഖം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരൊന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ അത്രയേറെ പാനിക്കായിട്ടുണ്ടാവാം, ടെൻഷനായിട്ടുണ്ടാവും. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വീണ്ടും ഒരു സ്റ്റക്നെസ്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമ്മളോട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു 10 ഓഫ് വൺസ് എനർജിയാണ്. ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്തൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നതായിട്ട് കാണാം. വീണ്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾക്കിടയിൽ വന്ന് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ഇത് മാനേജ് ചെയ്യും, ഒരു ജഗ്ലിങ്ങിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കറന്റ് സിറ്റുവേഷൻ കാണാൻ കഴിയുന്ന ഈ ഒരു തരത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ചില സമയത്ത് അപ്പ് ആവും, ചില സമയത്ത് ഡൗൺ ആവും, വീണ്ടും അപ്പ് വീണ്ടും ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്കും ഒരു പിടിയും കിട്ടുന്നില്ല, എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷമം, മാനസിക ദുഃഖം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തന്നിട്ട് തുടങ്ങിയ ഒരു ബന്ധമായിരിക്കാം. ചിലരെ സംബന്ധിച്ച് അത്രയും ഡീപ്പായിട്ടൊരു ഫാമിലി കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് കാണുന്ന ഡെപ്ത് ഉള്ള ഒരു ബന്ധമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് വിട്ട് പോകാൻ കഴിയാത്തത്. നിങ്ങൾ കൂടുതലും ആ ഒരു പാസ്റ്റിലുള്ള ഓർമ്മകളിലും കാര്യങ്ങളും ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ മൈൻഡിൽ മുഴുവൻ ആ ഒരു പാസ്റ്റ് ഇരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ കാലം നേരത്തെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്തോഷവും സമാധാനമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അനുഭവിച്ചതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും ചകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പാസ്റ്റിലേക്ക് എനിക്ക് പോകണം, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലെ സ്നേഹത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ടത് നടക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരുന്നു, പോകുന്നു, ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, സ്റ്റക്നെസ് ഉണ്ടാവുന്നു, ഇങ്ങനെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞ ആ ഒരു കറന്റ് സിറ്റുവേഷനിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഒരു ഭാരമായിട്ട് ആൾക്ക് തോന്നുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ ഈ ഒരു തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം
ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇനി എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണോ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, Four of Swords, Six of Wands, Page of Pentacles, Magician, Two of Cups, Five of Wands, Judgment, Seven of Pentacles, Hierophant energy, Eight of Pentacles. ഇപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് പോകില്ല, നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെയാണ് ഇനിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടോ, മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഈ ഒരു വ്യക്തി കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു സൈലൻസോ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സണ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളും ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു സൈലൻസിൽ നിന്ന് ഈ ഒരു പേഴ്സൺ വീണ്ടും ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. ഒരു മേജർ ആർക്കാന കാർഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, നിങ്ങളിപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലർ മൂവ് ഓൺ ചെയ്യുകയാണെന്ന് ചിലപ്പോൾ മനസ്സുകൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ശ്രമിക്കുന്നുണ്ടാവാം. എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളെ അതിൽ നിന്ന് അവരുടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് അതിനുള്ളൊരു പവറുണ്ട്. അവർക്കിപ്പോൾ നിങ്ങളെ വേണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരണം എന്നവർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒരു പേഴ്സണുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിയൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരുടെയും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരേപോലെ ആവണമെന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലുള്ള വ്യക്തി അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നുമില്ല. എന്നാൽ അതിനകത്ത് നല്ല രീതിയിൽ പോകുന്നതിന് പല തടസ്സങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വീണ്ടും ഒരു ന്യൂ ഓഫറായിട്ട്, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് ആയിട്ട് ഇപ്പോൾ ഒന്ന് അസ്തമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ആക്ഷൻ എടുത്ത് വരും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്കെങ്കിലും. ഇപ്പോൾ അനുഭവിക്കുന്ന ഇതേ ഒരു കാര്യം ഒരു 3-4 തവണ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു പാറ്റേൺ ഈ ഒരു തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ചിലരുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ ലൈഫ് ലോങ് തുടർന്ന് പോകുന്നവരുണ്ട്. ചിലരുടെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സമയമാറ്റമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡീവിയേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ചേഞ്ച് വരാറുണ്ട്. അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അടുത്തതായിട്ട് ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പുതിയ ഓഫറായിട്ട് വരും. അല്ലെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തി പൂർവാധികം സ്നേഹം കാണിച്ച്, അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ട് തന്നെ വരും എന്നുള്ളത് നമുക്കിവിടെ കാണാം. എങ്കിലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ പോലും ഇവിടെ നമുക്ക് കാണാം ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്. തീർച്ചയായിട്ടും ഒരു പേഷ്യൻസോടുകൂടി പിന്നെയും നിങ്ങളൊന്ന് ക്ഷമ കെട്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി വീണ്ടും ഇതിനകത്ത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ മാരേജ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സിംഗിളായിട്ടുള്ള വ്യക്തികളാണ്, മാരേജ് ആണ് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എയിം ആയിട്ട് ഇരുന്നത്, അതിനകത്താണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു ഇനി വരാൻ പോകുന്ന ഒരു ടൈം പീരീഡിനകത്ത് ആ ഒരു മാരേജ് വരെയൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് പറയുക മാത്രമല്ല, അത് ലൈഫിൽ പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് കാണാം. ഇനി അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു
ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തന്നെ വരും, നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സയൻസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ് വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോപ്പിയോ എനർജീസ് കാണാം. ആൻഡ് സ്ട്രോങ് ജെമിനൈ എനർജി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 5, നമ്പർ 20. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കിയതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനായിട്ട് പോകുന്ന വ്യക്തികൾക്കാണ് ഇത് കൂടുതലും റെസണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വേണ്ടത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ അത് ഒരുപാട് നാൾ സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണ് വേണ്ടത്. കുറച്ചൊരു സന്തോഷം കിട്ടി വീണ്ടും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിലേക്ക് പോവാതെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അങ്ങനെയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് അത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.